കോൺഗ്രസിന്റെ നേതാക്കന്മാരോടാണ്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ ഏതൊരു മണ്ഡലത്തിൽ റീ ഇലക്ഷൻ നടത്തിയാലും തോപ്പിക്കുമെന്ന് എല്ലാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു റീ ഇലക്ഷൻ എ.ഡി. തോമസിനെ ബലിയാടാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ നടത്താനാണ് പ്ലാനെങ്കിൽ ആലപ്പുഴക്കാരായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഇത്രയും പ്രാർത്ഥനയോടുകൂടെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ ഒരാളെ ജയിപ്പിച്ച് വിട്ടതിന് ശേഷം ആ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ എം.എൽ.എ മാറ്റി നിർത്തി വേറൊരാളെ മത്സരിപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ നാട്ടുകാർക്കും ഞങ്ങൾക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആലപ്പുഴയിലെ ജനങ്ങൾ ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി എ.ഡി. തോമസിനെ ജയിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ ഉള്ളിൽ എ.ഡി. തോമസിനുള്ള സ്ഥാനം ചെറുതല്ലല്ലോ. ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് ആ ഒരു ചെറുപ്പക്കാരനെ ആലപ്പുഴയിലെ ജനങ്ങൾ ജയിപ്പിച്ചതെന്ന് എ.ഡി. തോമസിന്റെ ഭൂരിപക്ഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ളപ്പോ എ.ഡി. തോമസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കെ.സി. വേണുഗോപാലിനെ മത്സരിപ്പിച്ച വോട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം. എന്തായാലും കോൺഗ്രസ് ഇത്തവണ ഭരണത്തിൽ വരുമെന്നും എല്ലാവരും ഇത്രയും ഭൂരിപക്ഷത്തോടെയൊക്കെ ജയിക്കുമെന്നും എല്ലാവർക്കും അറിയാവുന്ന പലരും പ്രവചിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെയുള്ളപ്പം പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർത്തണമെന്നുണ്ടായിരുന്നവരെ നേരത്തെ മത്സരിപ്പിക്കണമായിരുന്നു. കോൺഗ്രസിന് എന്തായാലും ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ആൾക്കാരുടെ അഭാവമൊന്നുമില്ല. അങ്ങനൊരു അഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കെ.സി. വേണുഗോപാലിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നതുകൊണ്ട് ആർക്കും പരാതിയില്ല. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വി.ഡി. സതീശിനെ പോലെ അത്രയും യോഗ്യരായ നേതാക്കന്മാരുള്ളപ്പോൾ ആലപ്പുഴക്കാർ ഇത്രയും സ്നേഹിച്ച് അത്രയും ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ച എ.ഡി. തോമസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു റീ ഇലക്ഷൻ എന്നെ പോലെ തന്നെ പലർക്കും വിയോജിപ്പുണ്ട്. ഇത് ബഹുമാനപ്പെട്ട കെ.സി. വേണുഗോപാലിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആലപ്പുഴയിലെ ജനങ്ങള് എ.ഡി. തോമസിനെ ഹൃദയത്തോട് ചേർത്ത് ജയിപ്പിച്ചത് കൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശിനെ പോലെയുള്ള ആൾക്കാർ മത്സരിക്കാനുള്ളത് കൊണ്ടും ഇങ്ങനൊരു റീ ഇലക്ഷൻ അത്യാവശ്യ ഘടകമായി തോന്നുന്നില്ല. ഇങ്ങനെ ഒരു റീ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ആലപ്പുഴക്കാരി എന്ന നിലയിൽ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം.